2026 വേൾഡ് കപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ പല സമൂഹ മാധ്യമങ്ങളും നിരീക്ഷണങ്ങളും വീഡിയോകളൊക്കെ നമുക്ക് അറിയാറുണ്ട്. അപ്പോൾ 2018 മുതൽ നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് നമ്മുടെ സുബൈർ വാഴക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയും. അധികം ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും വേണ്ടാണ്ട് നമുക്ക് നേരെ സുബൈർക്കയിലേക്ക് തന്നെ വിശേഷങ്ങൾ അന്വേഷിച്ചു പോവാം. സുബൈർക്ക, നമസ്കാരം. എങ്ങനെയാ അപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്? വേൾഡ് കപ്പിനെ സംബന്ധിച്ചോളം സുബൈർക്കയ്ക്ക് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അതിലേക്ക് അധികം പറഞ്ഞു വരണ്ട. അതിനപ്പുറം സുബൈർക്ക അതിന് മുന്നുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് വേൾഡ് കപ്പിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാറ്? ഗ്യാപ്പ് പറഞ്ഞാൽ ഫുട്ബോൾ പറഞ്ഞാൽ ലോകകപ്പ് വരുമ്പോൾ ഒരു ആവേശമാണ്. ലോക ഫുട്ബോളിന് അന്ന് ഞാൻ 90 മുതൽ സ്നേഹിക്കുകയാണ്. ലോക ഫുട്ബോൾ അന്നൊക്കെ ഇവിടെ ടി വികളൊക്കെ ഇല്ലാത്ത കാലമാണല്ലോ, കുറവുള്ള കാലമാണ്. അന്നൊക്കെ ഞാൻ പിന്നെ ടി വി ഉള്ള സ്ഥലത്തങ്ങൾ പോയിട്ട് ഞങ്ങളൊക്കെ വേൾഡ് കപ്പ് കണ്ട ചരിത്രമുണ്ട് 90 മുതൽ. അപ്പം വേൾഡ് കപ്പ് വരുമ്പോൾ എനിക്കൊരു ആവേശമാണ്. ഇപ്പോൾ ലോകകപ്പിലേക്ക് പോയി ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പാടത്ത് ഇങ്ങനെ നേരം പോയി കിട്ടാൻ തന്നെ കുറച്ച് പണിയാണ്. എന്നാലും ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ 2 രാഷ്ട്രത്ത് UAE-ലും സൗദി അറേബ്യയിലൊക്കെ പോയി ഫുട്ബോളിനെ സംബന്ധിച്ച് പോയതാണ്. അവിടെയൊക്കെ പോയി പല അനുഭവങ്ങളും ഒരു വിദേശികളൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞ്. വിദേശികൾ പല രാഷ്ട്രക്കാരും വരുന്ന സ്ഥലമാണല്ലോ സൗദി അറേബ്യ UAE ഒക്കെ. അവിടെയൊക്കെ പോയി 2 രാജ്യം കണ്ട് ഒക്കെ പോകുന്നതാണ്. ഇപ്പോൾ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വേൾഡ് കപ്പായി. ഇപ്പോൾ വേൾഡ് കപ്പിനെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു കൃഷിക്കാരനായി. അതെ തീർച്ചയായിട്ടും ഇങ്ങനെ കുറഞ്ഞൊക്കെ കാര്യങ്ങൾ നേരം വൈകുന്നേരം കിട്ടണമല്ലോ. അപ്പോൾ അതിലേക്ക് തിരിയും. ഇപ്പം ലോകകപ്പ് വരുമ്പോൾ ഒരു ആവേശമാണ്. കാരണം ജനങ്ങൾക്കൊരു 4 വർഷത്തുള്ള കളിയാണ്. ഇപ്പം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ ചെറിയ തോതിലൊക്കെ ജീവിത മാർഗം കണ്ടുപിടിക്കണമല്ലോ. അതിൽ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, 4 വർഷത്തെ സമയം. അതിനിടയ്ക്ക് എങ്ങനെയാണ് കളികൾ അങ്ങനെയൊന്നും കാണൂല. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടൊക്കെ പോകും. ഇപ്പോൾ കളികൾ ക്ലബ്ബ് കളികളൊന്നും ബാഴ്സലോണ, റയൽ മാഡ്രിഡ് അന്ന് പണ്ടത്തെ ടീം ഇപ്പോൾ ആവറേജ് ക്ലബ്ബുകളല്ലേ ഉള്ളൂ. അന്ന് മെസ്സിയൊക്കെ പോയില്ലേ ബാഴ്സലോണയിൽ, റയലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ പോയി. ഇപ്പോൾ ഒരു ആവറേജ് ക്ലബ്ബുകളൊക്കെ ലോകത്തുള്ളൂ. ഇപ്പം അങ്ങനെ ക്ലബ്ബ് കളികളൊന്നും ഞാൻ കാണില്ല. ഈ രാഷ്ട്രാന്തര മത്സരം വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കളി വരുമ്പോൾ ഒരു ആവേശമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കളികൾക്കിടയിൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഈ ആൾക്കാരെ ഇടപെടുമ്പോഴും ഈ ഫുട്ബോൾ എന്നുള്ള വിഷയം എപ്പോഴും കടന്നു വരും മലപ്പുറംകാരൻ നിലയിൽ. ചെറുപ്പത്തിൽ ഈ ഫുട്ബോൾ കളി അല്ലല്ല, ചെറുപ്പത്തിൽ അങ്ങനെ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടൊന്നുമില്ല. സ്കൂൾ പോണ കാലഘട്ടത്തിലൊക്കെ സ്കൂൾ പുറത്തേക്ക് വിടുമല്ലോ, വീട്ടിലേക്ക് വിടുമ്പോൾ ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് പന്ത് കളിക്കല്ലാതെ അങ്ങനെ ക്ലബ്ബിൽ പോയിട്ട് ഒരു ടൂർണമെൻറ്റ് പോയിട്ട് ഒരു കളി ഞാൻ കളിച്ചില്ല. ആണെങ്കിൽ ക്ലബ്ബിലൊക്കെ പോയിട്ട് പുറമെ പോയിട്ട് കളിക്കാനൊന്നുമല്ല. ഇപ്പോൾ എന്നോട് ഈ ചോദ്യം എല്ലാവരും ചോദിക്കണതാണ്. കാരണം അന്താരാഷ്ട്ര കളി വരുമ്പോൾ ആ കളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കളിക്കാരനായിരുന്നോന്ന്. പക്ഷെ കളിക്കാനൊന്നുമല്ല, എന്നാലും കൂടിയിട്ട് കളീൻ്റെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് പഠിച്ച് ഇങ്ങനെ അന്താരാഷ്ട്ര കളി ഇങ്ങനെ പറയൽ തുടങ്ങിയതാണ്. ഇപ്പോൾ കൃഷിയായിട്ട് ഇപ്പോൾ എന്തിലൊക്കെയാണ് ചെയ്യുന്നത്? കൃഷി അങ്ങനെയൊന്നുമില്ല. കൃഷി പറഞ്ഞാൽ കുറഞ്ഞ നേരം പോയി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 കള്ളി വാഴകളൊക്കെ വെക്കും. അല്ലാതെ ടോപ്പ് കൃഷിക്കാരൊന്നുമില്ല. അത് 4 വർഷത്തിലാണല്ലോ എനിക്ക് വേൾഡ് കപ്പ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ടൈം പോയി കിട്ടണ്ടേ. അതിനിടയിലും ചെറിയതിങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വൈകുന്നേരം അങ്ങനെ പോകും. അങ്ങനെയാണ് എൻ്റെ ജീവിതം. സുബൈർക്ക് ഇപ്പോൾ ഓൺലൈനിലും അതുപോലെ ടെലിവിഷനിലും ഒക്കെ ഒരു ചർച്ചയാവുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലോ, ഇതുപോലെ ഫുട്ബോൾ കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ കടന്നു വന്നതും പിന്നെ അതിനുള്ള കഥ എന്തായിരുന്നു? കഥ എന്ന് പറഞ്ഞാൽ 2018 കഥ തുടക്കം ഇടുന്നത്. അന്ന് 2018 പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഫ്രാൻസിനോട് 4-3 പരാജയപ്പെടുക. 2018 ലോകകപ്പ് റഷ്യ 18 ലോകകപ്പിൽ റഷ്യ. അന്ന് തോറ്റ ടെൻഷൻ എനിക്കുണ്ട്. അന്ന് അർജന്റീന തോറ്റ് 4-3 ഫ്രാൻസിന് മുന്നിൽ അന്ന് തോറ്റത്. അപ്പോൾ ടെൻഷനാണ് സമയത്ത് അങ്ങനെ കളി പരാജയപ്പെട്ടപ്പോൾ ഒരു വീഡിയോയിൽ പിന്നെ പറഞ്ഞു വിട്ട് അങ്ങനെ വരല. പിന്നെ മാതൃഭൂമി ചാനലുകളൊക്കെ വന്ന് അങ്ങനെ ആയിട്ട് ടോപ്പായതാണ് 18 മുതൽ. തുടക്കം ഇടുന്നത് അങ്ങനെയാണ്. ഈ കളി കണ്ടു തുടങ്ങിയ 1 വർഷം തൊട്ടാണ് ആ കളി തുടങ്ങി 90 ലോകകപ്പിൽ ഇറ്റലി ആദ്യത്തെ വഹിച്ച ലോകകപ്പിലൊക്കെ. അന്ന് മറഡോണ പശ്ചിമ ജർമ്മനി ഫൈനലിൽ. അന്ന് മറഡോണ ടീം പശ്ചിമ ജർമ്മനി 1 ഗോളിൽ പരാജയപ്പെടുക. ഫൈനലിൽ കപ്പിട്ടുണ്ട് ജർമ്മനിയാണ്. 90 ഇറ്റലി ആദ്യത്തെ വഹിച്ച ലോകകപ്പിൽ. പിന്നെ 94 അമേരിക്കൻ ലോകകപ്പ്. പിന്നെ നടന്നിട്ട് ആവേശമല്ല. അപ്പോൾ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ വെല്ലുവിടുത്തി 18 ലോകകപ്പ് മുതലാണ്. അപ്പോൾ ഈ ഫുട്ബോള് വീട്ടുകാരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വീട്ടുകാരൊക്കെ അർജന്റീന ആൾക്കാരാണ്. വീട്ടുകാർ കുറേയൊക്കെ ഏട്ടന്മാരും അർജന്റീന ആൾക്കാരാണ്. പിന്നെ ഇന്ത്യ പിന്നെ ഇത് പറഞ്ഞാൽ ഫുട്ബോളിന് അറിയപ്പെട്ടോ സംസാരിച്ച വീട്ടുകാർ സന്തോഷമാണല്ലോ കാര്യം. പിന്നെ ഓരോ നമ്മുടെ ടീമിൻ്റെ അർജന്റീന ആൾക്കാരുമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വരുന്നവർക്ക് സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും വീട്ടുകാരൊക്കെ ഒരുമിച്ച് കളി കാണുമോ? ഇല്ല, അങ്ങനെ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് കളി കാണില്ല. ഞാൻ സ്വന്തമായിട്ട് ക്ലബ്ബിലോ വേണമെങ്കിൽ പോയിട്ട് ഒരു 10-20 ആളുണ്ടാവും. അവിടെ പോയിട്ട് കളി കാണാൻ എനിക്ക് സന്തോഷം. ഇപ്പോൾ വീട്ടിലിരുന്നൊന്നും ഞാൻ കളി കാണില്ല. ഞാൻ പുറത്ത് പോയിട്ട് കളി കാണുന്നത്. ഒരു 10-15 ആളെങ്കിലും വേണം.
വേൾഡ് കപ്പിൻ്റെ സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം പൊടിച്ച് കളിയാണെങ്കിൽ 10-15 ആളിലോടത്ത് ഞാൻ പോകുള്ളൂ. എങ്ങനെയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ മലയാളികളോട് പറയാനുള്ളത്? അമേരിക്കൻ വേൾഡ് മലയാളികൾ ഖത്തർ ലോകകപ്പിൽ അർജന്റീന മുന്നേറ്റം തന്നെ വഹിച്ചത് ഖത്തർ മലയാളികളെ ആവേശം കൊണ്ടിട്ടാണ് അർജന്റീനക്ക് കിരീടം തന്നെ നേടാൻ കഴിഞ്ഞത്. അത്ര ആവേശം കഥ. അതേമാതിരി അമേരിക്കയിലെ മലയാളികളോട് പറയാനുള്ളത് ഓർക്ക് ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ടീമുകളുണ്ടാവും. ആ ഇഷ്ടപ്പെട്ട ടീമിനുകൾക്ക് ആവേശം കൊടുക്കുക. ആവേശം കൊടുത്ത് ആ ടീമിനെ പ്രോത്സാഹിപ്പിക്കുക. ഓരോരുത്തരും ഓരോ ടീമുകളുണ്ടാവും. അപ്പോൾ ആ ടീം വരുമ്പോൾ ആ ടീമിൻ്റെ അണിഞ്ഞുകൊണ്ട് ആവേശം കൊടുക്കുമ്പോൾ 4 വർഷത്തുള്ള കളിയാണ് ഇത്. വേൾഡ് കപ്പ് ലോകത്ത് ഏറ്റവും ജനപ്രീതിയുള്ള കായിക ഇനമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ലോകത്ത് ക്രിക്കറ്റും ടെന്നീസും പലതുണ്ട്, പക്ഷേ ഇത്ര ലോക ഫുട്ബോൾ കപ്പ് വരുമ്പോൾ ഇത്രയും ജനപ്രീതിയുള്ള ഒരു കായിക ഇനം ലോകത്തില്ല. ഫുട്ബോളിനെ ആകർഷിക്കുന്നത് 198 രാഷ്ട്രമുണ്ട് ലോകത്ത്. അപ്പോൾ ആ രാഷ്ട്രങ്ങളൊക്കെ കളിക്കുന്ന പ്രധാനപ്പെട്ട ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അമേരിക്കയിലെ മലയാളികളോട് പറയാനുള്ള ഏറ്റവും കൂടുതൽ ഓരോരുത്തരും ഓരോ വിശ്വാസ ടീമുണ്ടാവും. അതിന് പ്രോത്സാഹനം കൊടുക്കുക. 4 വർഷത്തെ കളിയാണ് കൊടുക്കുമ്പോൾ നല്ല വിശ്വാസം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തറിലേക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ സംഭവത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ഖത്തറിൽ ക്ഷണം ഈ വീടുണ്ടാക്കിയ സ്മാർട്ട് ട്രാവൽസ് അഫീക്ക എന്ന് പറഞ്ഞ ആളാണ്. UAE-യിലാണ് ട്രാവൽസ് ഉള്ള വലിയ ബിസിനസ്സുകാരാണ്. അദ്ദേഹമാണ് ഈ വീട് കണ്ടു നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഖത്തർ ലോകകപ്പിലൊക്കെ എനിക്ക് സെമി ഫൈനൽ കാണാം. അവർ വീട്ടിൽ സുഖമില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് ഖത്തറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. വേൾഡ് കപ്പ് കാണാം. പിന്നെ എനിക്ക് വളരെയധികം സന്തോഷം, ചാമ്പ്യൻ ആയാലും അർജൻറ്റീന, അത് മതി. അപ്പോൾ നമ്മൾ അർജൻറ്റീനയാണ് ജയിക്കണം. അപ്പോൾ അത് അല്ലെ അയാൾ ഉണ്ടാക്കി തന്ന അഫീക്കാറിനെ ഉണ്ടാക്കി തന്നൊരു വീടാണ്. ഖത്തറിൽ ഞാൻ പോയില്ല കളി കാണാൻ പോയി. അപ്പോൾ ഈ വീട് നോക്കുമ്പോൾ തന്നെ ഒരു അർജൻറ്റീന മൈമാണല്ലോ. അപ്പോൾ പല ആൾക്കാരെ ബന്ധുക്കളൊക്കെ പറഞ്ഞ് അർജൻറ്റീന കളി കാണണ്ട, ഈ വീടിനെ കണ്ടാൽ മതിയായിരുന്നു. അത്രയും അർജൻറ്റീന മോഡലാണ് വീട്. അതേമാതിരി രൂപ വിൽപ്പന ചെയ്ത അദ്ദേഹമാണ്. അവന് പയ്യന്നൂരുകാരനാണ്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ അതെ ഞാൻ പറഞ്ഞതല്ല, അവർക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിന് ശേഷം, അതായത് 2018 ശേഷം ഈ കളിയൊക്കെ ടെലിവിഷനിലൊക്കെ ചർച്ച ചെയ്ത ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ അർജന്റീന ആൾക്കാർ പിന്നെ നാട്ടിൽ സന്തോഷമുള്ളൂ. കാരണം പത്രമാധ്യമങ്ങൾ സംസാരിച്ച് വരിക പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു ആവേശമാണല്ലോ. അങ്ങനെ ഒരു ആവേശമാണ് അവർക്ക്. പിന്നെ വേൾഡ് കപ്പ് വരുമ്പോൾ പിന്നെ എല്ലാവരും ഓർമ്മിക്കാത്ത ഇതാവില്ല. ഇപ്പോൾ വീണ്ടും വേൾഡ് കപ്പ് പിന്നെ അരികത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ തവണത്തെ വേൾഡ് കപ്പിൽ അത്ര ആവേശം പോരാന്നാണ്. ആവേശം പോരാന്ന് പറഞ്ഞാൽ നമ്മൾ അർദ്ധരാത്രിയാണ് കളി ഉണ്ട്. 3:30-3:30 ഡിഫറൻസ്. ഇന്ത്യ അമേരിക്ക ആയിട്ട് 10-13 മണിക്കൂർ മാറ്റമുണ്ട്. മെക്സിക്കോ കനഡ ഒക്കെ ആയ രാഷ്ട്രങ്ങളാണ് അമേരിക്കൻ്റെ. അപ്പോൾ ഈ ടൈമിൽ ഡിഫറൻസ് ഒരുപാട് 13 മണിക്കൂർ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്നാലും വേൾഡ് കപ്പിലേക്ക് ആവേശം കടന്നുപോയി കേരളം. കാരണം പല സ്ഥലങ്ങളിലും കൊടിത്തോരണങ്ങൾ കെട്ടി ആവേശം. പാലക്കാടൊക്കെ ഏറ്റവും വലിയ 182 അടി ബോർഡുകളൊക്കെ ഉണ്ടല്ലോ പാലക്കാടൊക്കെ. അപ്പോൾ ആ ആവേശത്തിലേക്ക് കടന്ന് കേരളം. അപ്പോൾ 4 വർഷത്തിലെ കളിയാണ്. എല്ലാവരും ആവേശം കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം 4 വർഷത്തിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പം ആവേശം കൊടുക്കുമെന്നാണ്. ആവേശം തുടങ്ങി കൊടുക്കട്ടെ എന്ന് എല്ലാ വ്യത്യസ്ത ആരാധകരുണ്ട്. അവരോടൊക്കെ ഞാൻ ആവശ്യം പറയുന്നു. ഈ പ്രാവശ്യം അർജന്റീന പോലെ തന്നെ പോർച്ചുഗൽ പോലെ ചർച്ചയാവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വട്ടം മെസ്സി കപ്പടിച്ച പോലെ ഇപ്രാവശ്യം അവസാന വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ കൂടി കപ്പടിക്കുന്നതാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. യൂറോപ്പിലെ ശക്തമായ ടീമാണ് ക്രിസ്ത്യാനോ. ലൂയിസ് ഫിഗോ ഇത് പറഞ്ഞ കളിക്കാനുണ്ട് ഇനി പോർച്ചുഗലിൽ. അന്ന് പോലും ഒരു കിരീടം പോർച്ചുഗലിൽ നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നാറ യൂറോപ്യൻ ചാമ്പ്യന്മാർ. ഈ കഴിഞ്ഞ പ്രാവശ്യം സ്പെയിനാണ്, അതിന് മുമ്പത്തെ പ്രാവശ്യം യൂറോ കപ്പ് നേടി പോർച്ചുഗലാണ്. അപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ച് യൂറോപ്പിലെ പിന്നെ ഏറ്റവും ശക്തമായൊരു ടീമാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞത്. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ അവസാന ലോകകപ്പാണ് ഉറപ്പാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു ലോക ചാമ്പ്യൻ ആക്കി കൊടുക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, യൂറോ കപ്പ് നേടിക്കൊടുത്ത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ്ബിലാണല്ലോ കളിക്കുന്നത്. അപ്പോൾ ജീവൻ മരണ പോരാട്ടം പുറത്തെടുത്ത് അവിടെ പോർച്ചുഗൽ നല്ല മുന്നേറ്റം നടത്തുന്നതാണ് പ്രതീക്ഷ. പിന്നെ പോർച്ചുഗൽ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് 1-2 മത്സരങ്ങൾ അവർക്ക് കടന്ന് കാണണം. അപ്പോഴാണ് ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല പ്രതീക്ഷ ഒരു അത്യാവശ്യം മുന്നോട്ട് പോകുന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം ഇപ്പോൾ അർജന്റീനയാണോ അതോ ഈ പറയുന്ന പോർച്ചുഗൽ, സ്പെയിൻ പോലുള്ള ഏത് ടീമുകളായിരിക്കും ഫൈനലിൽ കപ്പടിക്കാൻ, കപ്പടിക്കാൻ സെമിയിലെത്താൻ സാധ്യത? ഒന്ന് സ്പെയിനുണ്ട്. സ്പെയിൻ ശക്തമായി ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ചാണ് ഒരു കോച്ച്. പിന്നെ ജമാലും വില്യംസും അടങ്ങിയ ഫോർവേഡ്, ശക്തമായ ഫോർവേഡാണ് ജമാലും വില്യംസും കൂട്ടുകെട്ടാണ്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യൂറോ കപ്പ് ചാമ്പ്യന്മാർ സ്പെയിനാണ്. അപ്പോൾ സ്പെയിൻ 2010 അവസാനം ലോകകപ്പ് ഒരു നേടുന്നത്. പിന്നെ ലോകകപ്പ് നേടാൻ സ്പെയിനിൽ കഴിഞ്ഞു. അന്ന് പിന്നെ ഇനിയസ്റ്റ, ഷാവിയൊക്കെ ഉള്ള കാലം, പൂയോളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ 10 സ്പെയിൻ നേടി. അപ്പോൾ ഇപ്പോഴത്തെ ആ പ്രതാപത്തിലേക്ക് സ്പെയിൻ, ലൂയിസ് ഡെലഫോണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെയിൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ സ്പെയിൻ ശക്തമായ ടീമാണ്. അതുപോലെ ഒന്ന് ശക്തമായ ടീമാണ് ഫ്രാൻസ്, ദസാംസ് കോച്ചി, അത് നല്ല ടീമാണ്. എംബാപ്പ അടക്കുന്ന ടീമാണ്. പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോർച്ചുഗൽ ശക്തൻ, അർജൻറ്റീന, ബ്രിട്ടനുമായിട്ട് ഇപ്പോൾ 4-5 രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ ഞാൻ കാണുന്നുള്ളൂ. കളി തുടങ്ങിയിട്ടാണ് ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയാൻ സാധിക്കുള്ളൂ.
പിന്നെ ഇതുപോലെ അധികം ചർച്ചയിൽ ചെയ്യപ്പെടാതെ നെതർലൻഡ്സ് പോലെ ടീം നെതർലാൻഡ്സ് ജോഹാൻ ക്രൈഫുള്ള കാലഘട്ടത്തിൽ 78 അത് ജോഹാൻ ക്രൈഫുള്ള ടീം നെതർലാൻഡ്സ് പോലെ അർജന്റീന പരാജയപ്പെടുത്തി കപ്പുണ്ടോ. ആദ്യമായിട്ട് അർജന്റീന കിരീടം കൊണ്ടാണ് 78 നെതർലാൻഡ്സിനെ കീഴ്പ്പെടുത്തിയത് ജോഹാൻ ക്രൈഫിൻ്റെ. അതുപോലെ ജോഹാൻ ക്രൈഫിന് നെതർലാൻഡ്സിന് ഒരു കിരീടം നേടാൻ സാധിച്ചില്ല. അപ്പോൾ ഡച്ച് പടക്ക് ഒരു ശാപമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ടൈ ബേക്കറിൽ അർജന്റീനയുടെ ക്വാർട്ടറിൽ തോൽക്കാണ്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ക്വാർട്ടറിൽ ടൈ ബേക്കർ അവസാന നിമിഷം ഗോൾ മടക്കിയ ഭയങ്കര ടൈ ബേക്കർ കീഴടങ്ങാണ്. അപ്പോൾ നെതർലാൻഡ്സിന് ഭാഗ്യം കുറഞ്ഞൊരു ടീമാണ് നെതർലാൻഡ്സ്. ഈ നടക്കുമ്പോൾ പിന്നെ ശക്തമായ റൊണാൾഡ് കോമനറെ കോച്ചാണ് ഒരു കോച്ച്. ശക്തമായ ടീമാണ്, ഡി ജോങ്കൽ അടങ്ങിയ ടീമാണല്ലോ. പക്ഷേ നെതർലാൻഡ്സ് ഭാഗ്യം കുറഞ്ഞൊരു ടീമാണ്. അതുകൊണ്ട് കളി തുടങ്ങാൻ നെതർലാൻഡ്സിനെ ഒരിക്കലും അത് 100% വിശ്വസിക്കാൻ പറ്റില്ല. നെതർലാൻഡ്സ് ഭാഗ്യം കുറഞ്ഞ ടീമാണ്. നമുക്ക് കളി തുടങ്ങിയിട്ട് പോലും ഒരു കിരീടം നേടട്ടെ നമുക്ക് പറയാം. കാരണം ഇതുവരെ ഒരു വേൾഡ് ചാമ്പ്യൻ ആ നെതർലാൻഡ്സിന് കഴിഞ്ഞില്ല. അപ്പം ഭാഗ്യം തുണച്ചാൽ അപ്പോൾ കളി തുടങ്ങട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ അർജന്റീന പിന്തുണയ്ക്കുന്നു പറഞ്ഞു സുബൈർക്ക. ഇപ്പോൾ അർജന്റീനയ്ക്ക് ശേഷം ഒരു ടീം കപ്പടിക്കണമെങ്കിൽ ഏത് ടീം കപ്പടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ശരി, അങ്ങനെ ആഗ്രഹിക്കാൻ അർജന്റീന കപ്പടിക്കട്ടെ എന്ന് ഞാൻ വേറെ ടീം ആഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. കാരണം ഞാൻ അർജന്റീന ആളാണ്, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആയാലും അർജന്റീന. അപ്പോൾ അർജന്റീന പിന്നെ ഒഴിവാക്കിയിട്ട് വേറെ ടീം ജയിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും അങ്ങനെ അടിക്കുകയാണെങ്കിൽ പിന്നെ നെതർലാൻഡ്സ് അടിക്കട്ടെ. കാരണം ഇതുവരെ ഒരു ലോകകപ്പ് പോലും നേടിയില്ലല്ലോ ജോഹാൻ ക്രൈഫുള്ള കാലത്ത്. അപ്പോൾ അർജന്റീന ഒഴിവാക്കിയിട്ടൊരു ഇതില്ല. അർജന്റീന ഒരു പക്ഷേ ലോകകപ്പാണ് എന്ത് സംഭവിക്കുക. അങ്ങനെ പുറത്ത് പോകാൻ നെതർലാൻഡ്സ് അടിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളിൽ ടീമുകളുടെ നിർദ്ദേശങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളും നമുക്ക് അറിയിക്കാൻ വേണ്ടി ചാപ്റ്റർ 4 സുബൈർക്ക ഇത്തവണയുണ്ട്. അപ്പോൾ അതിലുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാം. താങ്ക് യു.